നീങ്ങുമോ എന്നൊരു കൗതുകമുണ്ട്. എന്തായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇനി കടകംപള്ളിയിലേക്ക് നീങ്ങിയാലും അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല. കാരണം രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. ഒന്ന് മാത്രമല്ല, നേരത്തെ ശബരിമലയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവേശം കാണിച്ചതുകൊണ്ട്, അവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതിന് വളരെ ആവേശം കാണിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായത്. അത് പാട്ടും പാടി UDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കഥയാണ് കണ്ടത്. അതുകൊണ്ട് തീർച്ചയായും CPM വളരെ കരുതലോട് കൂടിയാണ് നീങ്ങുന്നത് പാർട്ടിയും. മാത്രമല്ല, ഇനി ഇതാരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ വീണ്ടും അടുത്ത ആളിനെ സംശയിക്കും. കാരണം ഇതിൻ്റെ ഒരു ഹൈറാർക്കിയൽ റോള് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശ്രേണി ശൃംഖല നോക്കുമ്പോൾ നല്ല രസകരമാണ്. അതായത് ചെറിയ മീനിനെ പിടിക്കുന്നു, അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനല്ല, സ്രാവുകളുണ്ട്, അപ്പോൾ അടുത്ത ഇങ്ങനെ പിടിച്ച് ചൂര ഇങ്ങനെ ഓരോ മീനിനെ പിടിച്ച് നെമ്മീനൊക്കെ പിടിച്ച് വന്നപ്പോൾ വാസുവിലെത്തുമ്പോഴാണ് വലിയൊരു സ്രാവിനെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പത്മകുമാറിലെത്തുമ്പോൾ അതിനേക്കാൾ വലിയ സ്രാവായി. ഇനി പിന്നെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. KP ശങ്കരദാസ്, അവർ രണ്ട് ബോർഡ് മെമ്പർമാരാണ്, അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ഇനി വേറൊരു കഥയുണ്ട്. നമ്മൾ ഈ ചാനലുകളിലൊക്കെ കാണുമ്പോൾ നമ്മുടെ അരുൺകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിൽ പറയുന്നു, കൈകൊണ്ട് തന്നെയാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ കൈകൊണ്ട് എഴുതിയത്. പക്ഷെ അത് തന്നെ പിന്നെ അരുണെ, അതിനകത്ത് തർക്കമില്ല. പക്ഷെ കൈകൊണ്ട് എന്തെഴുതി? സ്വർണം എന്ന് വെട്ടി പിത്തള എന്ന് എഴുതണം. പിത്തള എന്ന് വന്നതിനെ വെട്ടി സ്വർണം മാറ്റി പിത്തളയായിട്ടാണ് വന്നത്. പിത്തള എന്നുള്ളതിനെ വെട്ടി ചെമ്പെന്ന് എഴുതിയോ